മുകളിൽ ചെറിയൊരു ക്രിസ്പിനെസ്സും ഉൾഭാഗത്ത് നല്ല ഫ്രഡ്ജി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രൗണിയുടെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഓയിൽ വെച്ചിട്ടുള്ള ബ്രൗണി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ തന്നെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു ബട്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ബട്ടറിലാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം ഞാൻ കേക്ക് ടിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 9 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ എടുക്കാം. ഞാൻ 8 ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മിൽക്ക് കോമ്പൗണ്ട് ആട്ടോ ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. 100 മുതൽ 150 ഗ്രാം വരെ എടുക്കാം. ചോക്ലേറ്റ് നിങ്ങൾക്ക് നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അത് ഞാൻ മൈക്രോവേവ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വലിയ 3 മുട്ടയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആയിട്ടോ എടുത്തിട്ടുള്ളത്. അതിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വലിയ തരി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം നോർമൽ ഷുഗർ ആണെങ്കിലും എടുക്കാം കേട്ടോ. അത് 1 കപ്പിൻ്റെ അടുത്താണ് ഞാൻ എടുത്തത്. 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, 1 കപ്പിൻ്റെ അടുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്ലഫി ആവുമെന്ന് വേണ്ട. അപ്പോൾ അതാ ഈ ഒരു രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് സോസ് ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ചൂട് വേണ്ട. അത് ഒഴിച്ചു കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സ്റ്റേജ് മാത്രം മതി കേട്ടോ ബീറ്റർ. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ക്രിസ്പിനെസ്, ആ ഒരു പാട പോലെ എല്ലാ സംഭവമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിടേണ്ട, 2-3 തവണയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ സാവധാനം ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മെത്തേഡിലായിരുന്നു കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റെസിപ്പി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാരണം. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഈ രീതിയിൽ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ല കട്ടിയിൽ കിട്ടും. 9 ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിന്നായിട്ടായിരിക്കും കിട്ടുക. 9 ഇഞ്ചിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറച്ച് കാഷ്യൂസ് ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അതുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ ഇത് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിലാട്ടോ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലൊരു 40-45 ചിലപ്പോൾ 50 മിനിറ്റൊക്കെ ആയി വരും കേട്ടോ. ഓവണിനനുസരിച്ചാണ്. എനിക്ക് 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുത്താൽ മതിയിട്ട്. ചൂടോടുകൂടെ കട്ട് ചെയ്തെടുക്കേണ്ട. തണുത്താലേ നമുക്ക് കറക്റ്റായിട്ട് മുകൾ ഭാഗമൊക്കെ നല്ലൊരു മൊരിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഉൾഭാഗം നല്ല ഫ്രിഡ്ജി ആയിട്ടുള്ള ബ്രൗണി ആയിരിക്കും കേട്ടോ. അടിപൊളിയാണ്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രൗണി നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ബ്രൗണി പിന്നെ ഉണ്ടാക്കിയതിനേക്കാളും പിറ്റേ ദിവസമായിട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അന്ന് തന്നെ കഴിക്കുന്ന എല്ലാവരും പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ബ്രൗണി. നോർമൽ കേക്കിലാരൊക്കെ ഇഷ്ടം ബ്രൗണിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഐസ്ക്രീമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. വാനില ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്